ഹലോ, അപ്പം നമുക്കിന്ന് ചെമ്പരത്തി കൊണ്ട് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഷാമ്പു ഉണ്ടാക്കിയാലോ. എൻ്റെ അമ്മമ്മയാണ് ഷാമ്പു ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചെമ്പരത്തി അത് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തതിന് ശേഷം ആ ചെമ്പരത്തിലേക്ക് ഒരു കപ്പ് വെള്ളം, പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഒരു 10-15 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചാൽ കരിഞ്ജീരകം ഉലുവയിട്ട് നല്ല രീതിയിൽ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാൻറ് ശല്യമുള്ളവർക്കും ഹെയർ ഫോള്, അതായത് മുടി കൊഴിച്ചിലുള്ളവർക്കും മുടി നല്ല രീതിയിൽ വളരണമെന്നുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഷാമ്പു തന്നെയാണ്. സ്മെല്ലൊക്കെ അടിപൊളി സ്മെല്ലാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം മാത്രം മതി, താളി മാത്രം മതി. ചെമ്പരത്തിൻ്റെ വേസ്റ്റ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുത്തതിൻ്റെ താളി മാത്രം നമുക്ക് മതി കേട്ടോ. താളിൻ്റെ കളർ തന്നെ നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഷാമ്പു സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അളക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെഷീനാണ്. അപ്പോൾ ഈ മെഷീൻ കുറച്ചുകൂടി യൂസ്ഫുൾ ആയി. കാരണം ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് വെക്കാൻ ഉള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് എന്താ പറയുക, ഇത് ഷാമ്പൂൻ്റെ ബേസാണ് കേട്ടോ. ഈ ബേസ് നമുക്ക് 200 ml ആണ് എടുക്കുന്നത്. അതായത് 200 ഗ്രാം ബേസായിട്ട് എടുക്കുന്നത്. 200 ഗ്രാം ബേസിന് 100 ഗ്രാം താളി, അങ്ങനെയാണ് കണക്ക്. ഈ ബേസ് പുറത്തൊക്കെ ചോദിച്ചാൽ കിട്ടും. ഇതിപ്പോൾ നമ്മൾ കോഴിക്കോട് എസൻസ് സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ അതിലേക്ക് ഷാമ്പൂവിൻ്റെ ബേസ് മാറ്റി വെച്ചതിന് ശേഷം താളിയിലേക്ക് വൈറ്റമിൻ ഇൻ്റെ ഗുളിക ഉണ്ടല്ലോ, പച്ച കളറിൽ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി ചോദിച്ചാൽ കിട്ടും. അതിൻ്റെ 3 ഗുളികയാണ് നമ്മൾ അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം, ഇളക്കിയെടുക്കണം. ഇനി ഇളക്കിയെടുത്തതിന് ശേഷം ബേസിലേക്ക് നമുക്ക് ഈ താളി ഒഴിച്ച് കൊടുക്കണം. ഇത് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതിനോട് വലിയ റിസ്ക് ഉള്ള പണിയൊന്നുമല്ല. ഒരു 10-15 മിനിറ്റ് ഇതിൽ മാറ്റി വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഹോം മെയ്ഡ് ഷാമ്പു ഉണ്ടാക്കാൻ പറ്റും. ഇനി ആ താളി നമുക്ക് ബേസിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ കട്ടൊന്നുമില്ല, നല്ല എന്താ പറയുക, ഷാമ്പൂവിൻ്റെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ഷാമ്പൂവിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടണം. രീതി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് കിട്ടണം. ഒരു കട്ടല്ലാതെ സാധാ ജെല്ല് പോലെ കേട്ടോ, നല്ല ജെല്ല് പോലെ കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഡ്രോപ്പ് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള സ്മെല്ല് നിങ്ങളുടെ ചോയ്സാണ്. നമ്മൾ ഇതിൽ ഉപയോഗിച്ച സ്മെല്ല് സ്പിയേഴ്സിൻ്റെ സ്മെല്ലാണ്. പല സ്മെല്ലുണ്ട്, അതൊക്കെ നിങ്ങളെ മണത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സ്പിയേഴ്സിൻ്റെ സ്മെല്ലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ പരിസരത്തുണ്ടാവുന്ന, അത് വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടാകുന്ന ചെമ്പരത്തി വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ മെയിനായിട്ട് ആവശ്യമുള്ളത് ഷാമ്പൂവിൻ്റെ ബേസ്, ഗ്ലിസറിൻ, സ്മെല്ല്, അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യങ്ങളുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഈ വീടിൻ്റെ മുറ്റത്തൊക്കെ എന്തായാലും എല്ലാവരും വീട്ടിലും ചെമ്പരത്തിയൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി നമുക്ക് ബോട്ടിൽ ഇവിടെ സ്റ്റോക്ക് ആട്ടോ. ഉമ്മ ഇങ്ങനെ സോപ്പൊക്കെ ഉണ്ടാക്കലുണ്ട്. അപ്പം ഒരു പ്രാവശ്യം പോയപ്പോൾ ഷാമ്പൂൻ്റെ ബോട്ടിൽ വാങ്ങിയാണ്. ഇത് രണ്ടാമത്തെ വട്ടമാണ് ഈ ഷാമ്പൂ ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു വട്ടം ഉപയോഗിച്ചിട്ടുണ്ട്, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് ക്വാണ്ടിറ്റി തന്നെയാണുള്ളത്, അതേ ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഉമ്മമ്മനത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ തന്നെ നമുക്ക് കാണിച്ചു തരാം. അത് ഷാമ്പൂ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ. നല്ല രീതിയിൽ ഇത്തിരി ഒഴിച്ചിട്ടുള്ളൂ, അപ്പോൾ തന്നെ നല്ല പതിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ ഷാമ്പൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ഷാമ്പൂ ആണിത്. അപ്പം വീട്ടിൽ നിന്ന് എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കണം. പിന്നെ അമ്മമ്മ സോപ്പും ഉണ്ടാക്കലുണ്ട്. അപ്പം ആർക്കെങ്കിലും സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.